Guys, welcome back to our video. അപ്പോൾ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ തരാനായിട്ടാണ് ഞാനിവിടെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് സ്റ്റാർട്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മൊത്തത്തിലൊന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് മോസ്റ്റ്ലി ഒരു 95% നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ വന്നിട്ടുള്ളൂ. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഒട്ടും നോക്കാതെ പരിചിതമല്ലാത്ത 2 ക്വസ്റ്റ്യൻസ് എനിക്ക് കണ്ടത്. സോ നമ്മളുടെ വീഡിയോസ് ഫോളോ ചെയ്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർക്ക് ഇതൊരു പീസ് ഓഫ് കേക്ക്. ഇറ്റ് വുഡ് ഹവ് ബിൻ സച്ച് എൻ ഈസി എക്സാം ഫോർ യു ഗൈസ്. അപ്പോൾ നമുക്ക് വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം വിൽ സ്റ്റാർട്ട് വിത്ത് സെക്ഷൻ എ. സെക്ഷൻ എയിൽ എന്തൊക്കെയാണ്? 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നെയിം ദ 2 kinds of communication. Easy, verbal and non-verbal. 4 skills of communications. എളുപ്പമാണല്ലോ. സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് ലിസ്ണിംഗ്. ബൈലിംഗ്വലിസം ഞാൻ നോക്കാൻ പറഞ്ഞിരുന്നു. ഐ തിങ്ക് either in 2 മാർക്ക് ക്വസ്റ്റ്യൻ ഓർ 5 മാർക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പിന്നെ അങ്ങനെ മെൻഷൻ ചെയ്യാത്തത്. വാട്ട് ഈസ് കോൾഡ് ദ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ്? നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്താണ്? ഇൻ്റർനെറ്റ് ആണ് കേട്ടോ. അത് ഞാൻ അധികം മെൻഷൻ ചെയ്തിട്ടില്ല. ദാറ്റ്സ് ട്രൂ. പിന്നെ വാട്ട് ഈസ് മെമ്മറൈസ്ഡ് സ്പീക്കിംഗ്? മെമ്മറൈസ്ഡ് സ്പീക്കിംഗ് എവിടെയാണ് വരണതെന്ന് അറിയോ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീച്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെയും ക്വസ്റ്റ്യൻ. സ്പീച്ച് ബേസ്ഡ് ഓൺ ഡെലിവറി, സ്പീച്ച് ബേസ്ഡ് ഓൺ ഒക്കേഷൻ, സ്പീച്ച് ബേസ്ഡ് ഓൺ പർപ്പസ്. അതിൽ സ്പീച്ച് ബേസ്ഡ് ഓൺ ഡെലിവറിയിലുള്ള ഒരു സ്പീക്കിംഗ് ആണ് മെമ്മറൈസ്ഡ് സ്പീക്കിംഗ്. പിന്നെ വാട്ട് ഈസ് സ്പെല്ലിംഗ് ട്രാപ്പ്? പ്രൊനൗൺസിയേഷൻ ഓർ സ്പീക്കിങ്ങിൻ്റെ സമയത്ത് തന്നെ ഉള്ളതാണ്. പ്രൊനൗൺസിയേഷൻ ഫോളോ ചെയ്യാനായിട്ട് ഇഫ് യു ഫോളോ ദ സ്പെല്ലിംഗ് യു മൈറ്റ് ഹാവ് ദ റോങ് പ്രൊനൗൺസിയേഷൻ. സ്പെല്ലിംഗ് ട്രാപ്പ്. വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് ലോൾ? എളുപ്പമാണ്. വാട്ട് ഈസ് ഫിഷിംഗ്? സൈബർ ക്രൈമിൻ്റെ ചാപ്റ്ററിൽ വരുന്നതാണ്. എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എക്സെപ്റ്റ് ഫോർ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ്. നമ്പർ 4. സെക്ഷൻ ബിയിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് എ ഡിങ് ഡോങ് തിയറി? ഞാൻ പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് തിയറി വേണമെങ്കിലും ചോദിക്കാം. ഏത് തിയറിയാണ് എന്ന് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ വരാം. അങ്ങനെ തന്നെ വന്നു. ഡിങ് ഡോങ് തിയറിയാണ് ഞാൻ അന്ന് പറഞ്ഞതും അത് തന്നെ വന്നു. നമ്മളത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ കൊടുത്തിട്ടുണ്ട്. ലൈവ് റിവിഷനിൽ നമ്മളിത് നോക്കിയിരുന്നു ഡിങ് ഡോങ് തിയറി. അതുപോലെ തന്നെ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞിരുന്നു. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചോദിച്ചു. ആക്റ്റീവ് ലിസ്ണിംഗ് എന്താണ്? ആക്റ്റീവ് ലിസ്ണിംഗ് ആൻഡ് എന്താണ് പാസീവ് ലിസ്ണിംഗ് പഠിക്കാൻ പറഞ്ഞിരുന്നു. വന്നിട്ടുണ്ട്. 12. വാട്ട് ആർ ദ 2 ഡിഫറെൻറ്റ് വേസ് ഓഫ് സ്പീഡ് റീഡിംഗ്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാം ഇഫ് യു ഹാവ് ലിസൺ ടു മൈ വീഡിയോസ്. അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം അറിയായിരിക്കും. സ്കാനിങ് ആൻഡ് സ്കിമ്മിങ് ആണ്. ബട്ട് ക്വസ്റ്റ്യൻ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ചു എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ബട്ട് നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ് നമുക്കുള്ളത് 2 മാർക്സ് ക്വസ്റ്റ്യൻ്റെ 13th ക്വസ്റ്റ്യൻ ആണ്. ഹൗ വിൽ ദ പ്രാക്ടീസ് ഓഫ് സെൽഫ് റെക്കോർഡിംഗ് ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് സ്പീക്കിംഗ് സ്കിൽസ്? ഇത് നമ്മൾ അധികം നോക്കാത്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ മേ ബി ഒരു 1 മാർക്ക് ഓർ 2 മാർക്കിന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് സെൽഫ് റെക്കോർഡിംഗ്? നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊനൗൺസിയേഷൻ നോക്കാം. നമ്മൾ ഇങ്ങനെ ഓ എന്നൊക്കെ യൂസ് ചെയ്ത് സ്പേസ് ഫില്ല് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മളുടെ ടോൺ ശ്രദ്ധിക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് നോക്കാം. അങ്ങനെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വി ക്യാൻ ഇംപ്രൂവ് അവർ സ്പീക്കിംഗ് ത്രൂ സെൽഫ് റെക്കോർഡിംഗ്. അതാണ്. നമ്പർ 14. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിയൻസ്? അത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. ഹോസ്റ്റൈൽ, എംപത്തറ്റിക്, ക്രിട്ടിക്കൽ, അൺഅവെയർ ഓഡിയൻസ്. ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് വി ഹാവ് 15. വാട്ട് ഈസ് എ PDF ഫയൽ ഫോർമാറ്റ് പഠിക്കാൻ പറഞ്ഞിരുന്നു. എസ്പെഷ്യലി അതിൻ്റെ ഫുൾ ഫോം നോക്കാൻ പറഞ്ഞിരുന്നു. PDF ഫയൽ ഫോർമാറ്റ് എന്താണ്? ഇറ്റ് ഈസ് എ ഫയൽ ഫോർമാറ്റ് യൂസ് ടു സേവ് ഡോക്യുമെൻറ്റ്സ് ഓർ വേർഡ് ഫോർമാറ്റ്സ് ഓർ റിട്ടൺ മെറ്റീരിയൽ. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോമും കൂടി എഴുതിയാൽ 2 മാർക്സ് ഉറപ്പാണ്. പിന്നെ നമ്മൾ ഒട്ടും ഡിസ്കസ് ചെയ്യാത്തൊരു ക്വസ്റ്റ്യനാണ് ഹൂ ഈസ് എ നെറ്റിസൺ എന്നുള്ളത്. സമ്മൺ ഹൂ ഈസ് ആക്റ്റീവ് ഓൺ ഇൻ്റർനെറ്റിനെ നെറ്റിസൺ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. പിന്നെ സെക്ഷൻ പക്ഷേ ബാക്കിയുള്ളത് നോക്കൂ. ബാക്കി 8 ക്വസ്റ്റ്യൻസിൽ 7 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. സെക്ഷൻ സി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ വാട്ടർ കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുള്ളതാണ്. എസ്പെഷ്യലി ലൈവ് റിവിഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വാട്ട് ആർ ദ ടെക്നിക്സ് ആർ ഇംപ്രൂവ് റീഡിംഗ് സ്കിൽസ്? എന്തൊക്കെയാണ്? ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ആ ഒരു സെക്ഷൻ ഫുള്ള് നമ്മൾ അഗൈൻ ഞാൻ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഹൗ ക്യാൻ യു ഓവർകം ഇൻഹിബിഷൻസ് വിത്ത് റിഗാർഡ് ടു പബ്ലിക് സ്പീക്കിംഗ്? എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പറ്റുക എന്നുള്ളതും നമ്മൾ ലൈവ് റിവിഷനിൽ നോക്കിയിരുന്നു. പക്ഷേ ഇത് ഞാൻ ആക്ച്വലി 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ദാറ്റ് ഇസ് ട്രൂ. പിന്നെ ഉള്ളത് 20. വാട്ട് ആർ ദ വേരിയസ് ഓൺലൈൻ റിസോഴ്സസ് ഫോർ ഇംപ്രൂവിങ് പ്രൊനൗൺസിയേഷൻ? പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഓൺലൈൻ റിസോഴ്സസ് എന്താണ്? നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നതാണ് ഓൺലൈൻ റിസോഴ്സസ് ചാപ്റ്ററിൽ, സ്പീക്കിങ്ങിൻ്റെ ഓൺലൈൻ റിസോഴ്സസിൽ. 21. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിൻറ്റിംഗ് ടെക്നോളജീസ്? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞതാണ് പല പ്രാവശ്യം. ഡിജിറ്റൽ ആൻഡ് ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് അതായിരുന്നു. ആൻഡ് ഫൈനലി വി ഹാവ് ഹൗ ഡു ഇമോജീസ് ആൻഡ് ഇമോട്ടിക്കോൺസ് ഹെൽപ്പ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ സൈബർ സ്പേസ്? അത് നമ്മൾ അധികം ഡിസ്കസ് ചെയ്തിട്ടില്ല. അഗൈൻ ഞാനിത് 5 മാർക്സ് ക്വസ്റ്റനും വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബിക്കോസ് ഇറ്റ്സ് സച്ച് എൻ ഈസി ടോപ്പിക്. അപ്പം ഇമോജീസും ഇമോട്ടിക്കോൺസും എന്താണ്
അതെങ്ങനെയാണ് സൈബർ സ്പേസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇപ്പം വേറൊരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഫൈനലി നമ്മളുടെ സെക്ഷൻ ഡി വന്നു, എസ് എ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ബട്ട് അത് ഒരു ചെറിയൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല അല്ലേ, 2 ക്വസ്റ്റ്യൻസും. സോ ഹൗ ഡസ് ടെക്നോളജി ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ? അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത് ടെക്നോളജി വഴി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെരി സിമ്പിൾ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്താണെന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൽസ് എന്താണ് അതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കൊടുത്ത് ഇൻട്രോ എഴുതുന്നു. അതിനുശേഷം എന്തൊക്കെ ഓൺലൈൻ റിസോഴ്സസ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾസ്, ഫോർ എക്സാമ്പിൾ നമുക്ക് റീഡിങ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ യൂസ് ചെയ്യാം, പോയട്രി ഫൗണ്ടേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് റൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് JSTOR യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രാമർലി യൂസ് ചെയ്യാം റൈറ്റിങ്ങിന്, അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകൾ കേൾക്കാം. ഇതെല്ലാം കൂടി നമ്മൾ വി ഹാവ് ടു മേക്ക് അവർ ഓൺ ആൻസർ. അത് നമ്മൾ ടെക്സ്റ്റിൽ അങ്ങനെ അതുപോലെ എഴുതി കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ ആ മെറ്റീരിയലൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണത്. അതിനേക്കാൾ എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നത് 24 ആണ്. വാട്ട് ആർ ദ വേരിയസ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്? അഗൈൻ വെരി സിമ്പിൾ. കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് എന്തൊക്കെയാണ്? അഗൈൻ റീഡിങ്, റൈറ്റിംഗ്, ലിസ്ണിങ് ആൻഡ് സ്പീക്കിംഗ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക? അപ്പോൾ നമുക്ക് സ്പീക്കിങ്ങിൻ്റെ സമയത്ത് മിറർ ടെക്നിക്ക് പറയാം, അതുപോലെ തന്നെ ഓഡിയോ ചാറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നത് പറയാം. റീഡിങ് എങ്ങനെയാണ് ബെറ്റർ ആക്കാൻ പറ്റുക? ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അത്തരത്തിലുള്ള അത് അഗൈൻ ഇംപ്രൂവ് റീഡിങ് സ്കിൽസ് ആ ക്വസ്റ്റ്യനാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. സോ ഇതെല്ലാമാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ മോസ്റ്റ്ലി എസ് ഇച്ചിരി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിലും ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതേപടി വന്നിട്ടുണ്ട്. സോ ഐ ഹോപ്പ് യുവർ എക്സാം ഇസ് ഈസി. ഇച്ചിരി ടഫായിരുന്നെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. സോ യാ, ദാറ്റ് വിൽ ബി ഇറ്റ് ഫോർ അവർ പേപ്പർ റിവ്യൂ ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.